അയാള് പറഞ്ഞ അടയാളങ്ങളൊക്കെ കറക്റ്റാണ്. ക്യൂ ഒന്നും കാണില്ലെന്ന് ഒന്നാം തീയാണോ? എന്താ ബീവറേജാ? വാ. അതെ ചേട്ടായി, ഒരു പെണ്ണ് വാറ്റി വെക്കാന്നൊക്കെ പറയുമ്പോ വാറ്റ് മാത്രമായിരിക്കൂല. വിളിച്ചു നോക്കല്ലേ? എന്താണല്ലോ ഒരു വീട്ടിൽ വന്നിട്ടൊരു മര്യാദ ഇല്ലാണ്ട്. അനിതേ, എടോ ആനിതേ, ആരാ വന്ന നോക്ക്. ആരുമില്ല ഇവിടെ. എനിക്ക് വാറ്റ് മാത്രം മതി. എന്താ ഞങ്ങൾ വാറ്റ് മാത്രം വാങ്ങാൻ വേറെ ഒന്നും പ്രതീക്ഷിക്കരുത്. അത് ഞങ്ങൾക്ക് ഈ 2 അടിക്കാൻ. കിണറ്റിൽ മുഴുവൻ വാറ്റാണോ? ചെവി അടിച്ചു പോയായിട്ടാണ്. അതെ, ആ വെള്ളമല്ല, ഈ വാറ്റ് വാറ്റ്. അത് പറയണ്ടേ, അല്ലാതെ പൊട്ടമാരപ്പില്ലെങ്കിൽ അങ്ങനെ കാണിച്ചാല എത്ര വേണം? അത് ഈ 2 ഫുള്ള്. 2 ഫുള്ള്. അങ്ങനെ മൊത്തം പോയി കിടക്കുന്നു. ഹലോ, എന്നാ പേര്? ആ, കൊള്ളാലോ. മോളെ അതോയെ അഞ്ചെണ്ണല്ലേ തൽക്കാലം ഇത് പിടി. ഇത് കാര്യമായിട്ട് എന്ത് കുഴപ്പമുണ്ടോ? വാങ്ങി വെച്ച ആവശ്യം വരും. കാശിന്റെ ഒപ്പം കൊടുക്കൂ. ഒന്നും പിടിയടാ. അതെ, പിന്നെ ബാക്കി എനിക്കൊല്ലേ മനസ്സിലായോ? ഇതിന്റെ എല്ലാ പാർട്സും വീക്കാന്ന് എനിക്ക് തോന്നി. തളയ്ക്ക് ബോധം വരുന്നതിന് മുമ്പ് നമുക്ക് പോവാം. ഈ നാട് കൊള്ളാട്ടാ. ഫുഡിന് ഫുഡ്, വാറ്റിന് വാറ്റ്. 2 ചോദിച്ചാൽ 4, 200 കൊടുത്ത 500. മൊത്തത്തിൽ നല്ല പ്രോത്സാഹനം. സൂപ്പർ സ്ഥല. ആകെ ഒരു പ്രശ്നം ഈ പുലിയാണ് അല്ലേ? പുലി വീണ്ടും ഇറങ്ങുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് സാധനം അടിച്ച് മറ്റേ സ്ഥലം കാലിയാക്കണം. പക്ഷെ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ എളുപ്പമൊന്നുമല്ല കേട്ടോ. ഇവിടെ ചില ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്താൽ സംഭവം ഈസി ആവും. ഈ കൂടുതൽ ബന്ധം ഉണ്ടാക്കണ്ട. അവൻ ആ പെണ്ണിനെ വഴിയാണ് നടക്കാനാണ് പോയി. ആ, ഈ ആളുകളുടെ കണ്ടു വെട്ടിക്കാം. പക്ഷെ മറ്റേ ഐറ്റം ഉണ്ടല്ലോ, മറ്റേ ആ വിഷമുള്ള പാമ്പുകൾ, അതാണ് പ്രശ്നം. അല്ല, ഈ പാമ്പുകൾ അമ്പലത്തിൽ നിന്ന് പുറത്തേക്കൊന്നും പോകില്ലേ? വെറുതെ ഒന്ന് റിലാക്സ് ചെയ്യാൻ. നമുക്ക് വാവാ സുരേഷിനെ വിളിച്ചാലോ? അതൊന്നും വേണ്ട. അയാൾക്കും കൂടി ഷെയർ കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ തന്നെ ഷെയർ കൂടുതലാണ്. നമുക്ക് ബുദ്ധിപരമായൊരു തീരുമാനം എടുത്താലോ? ഇത് ഒടുക്കത്തെ ബുദ്ധി വരാം. കുന്നത്തൊരു കാവുണ്ട്, കാവിനടുത്തൊരു മരമുണ്ട്, മരത്തിൽ നിറയെ പൂവുണ്ട്, പൂ പറിക്കാൻ പോരുന്നു പൂങ്കുയിലേ പെണ്ണാളേ, പൂങ്കുയിലേ പെണ്ണാളേ. എന്നെ 750 രൂപ ആടോ. 750 രൂപയാ? ഇച്ചിരി കൂടുതലല്ല മോളെ, ഒരു 500 കയറട്ടെ. എന്താ മതിയാവൂ? വേണ്ടാതേനും പറഞ്ഞാലേ എന്റെ തനി കോണം കാണും. 3 എണ്ണത്തിനെ കിടുങ്ങാമണി വെട്ടി കുത്തി അരിഞ്ഞ് കോഴിക്കിട്ട് കൊടുക്കും ഞാൻ. കോഴിക്കെങ്കിലും വേറാവട്ടെ. ഇനി പറ, എന്താ മോളുടെ പ്രശ്നം? ആരും ഇല്ലാത്ത തക്കം നോക്കി ആ തള്ളിയെ പറ്റിച്ചു പോന്നിട്ട് എന്താ പ്രശ്നോ? ഓ, അനിത. അനിത അത് പറഞ്ഞപ്പോ അതിനിങ്ങനെ ഈ അരിവാളൊക്കെ എടുത്ത് അലർന്നു. 500 ഉണ്ട്. അപ്പൊ 1000 ബാക്കിക്ക് നാളെ ബാക്കിയത്. അവിടെ തന്നെ ഇത് ഈ കൈ തന്നെ ഇരിക്കട്ടെ. അതാ അതിൻ്റെ ഒരു ബ്യൂട്ടി. നല്ല ആണത്തുള്ള പെൺകുട്ടി അല്ലടാ? എങ്ങനെ? കുന്നത്തൊരു കാവുണ്ട്, കാവിനടുത്തൊരു മരമുണ്ട്, മരത്തിൽ നിറയെ പൂവുണ്ട്, പൂ പറിക്കാൻ പോരുന്നു പൂങ്കുയിലേ പെണ്ണാളേ, പൂങ്കുയിലേ.
കണ്ണാടി എന്നാ കറുത്തിരിക്കണം. നീ നോക്കുമ്പോ എല്ലാം അങ്ങനെയല്ല. ബാ ഇത് വർക്ക് ചെയ്ത് മാറ്റാലോ പറഞ്ഞത്. എടാ, എടാ, കാഞ്ചി പിടിച്ച് വലിക്കണം. എടാ, വേണ്ട. മേ തുമാരാ മാപ്പ് नहीं कीजिए ഇത് വർക്ക് ചെയ്യണ്ടല്ലോ. എന്നാ പിന്നെ കിടക്കുക. ഇത് കിടന്നോ?